നൊബേൽ ജേതാവായ പ്രശസ്ത അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ലൂയിസ് അൽവാരസ് തന്റെ മകൻ വാൾട്ടർ അൽവാരസിനൊപ്പം ന്യൂസിലൻഡിലെ മൺകൂമ്പാരങ്ങൾക്കിടയിൽ കണ്ട ആ അവസാദശിലയിലേക്ക് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അവർ ആ ശിലയിലെ ഇറിഡിയം നിക്ഷേപത്തിലേക്ക് നോക്കി പരസ്പരം പുഞ്ചിരിച്ചു. അവരുടെ കൂടെയുണ്ടായിരുന്ന രസതന്ത്ര വിദഗ്ധനായ ഫ്രാങ്ക് ഹസാരോയും ഹെലൻ മൈക്കലും ആ കണ്ടുപിടുത്തത്തിനെ ശരിവച്ചു. അവർ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായതായി അവർക്ക് മനസ്സിലായി. ലൂയിസ് അൽവാരസും കൂട്ടരും ലോകം മുഴുവൻ സഞ്ചരിച്ച് ഭൂഗർഭ അവസാദശിലകളിൽ 1970കളിലെ ഗവേഷണം നടത്തി തുടങ്ങിയിരുന്നു. തങ്ങൾ സ്പെയിനിലും ഇറ്റലിയിലും ഡെൻമാർക്കിലും മണ്ണും പാറയും തുരന്നുകണ്ട അതേ രീതിയിൽ, അതേ മാതൃകയിൽ ഇറിഡിയം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് ന്യൂസിലൻഡിലും സാധാരണ ഭൂമിയിൽ കാണുന്നതിനേക്കാൾ വളരെയധികം അളവിൽ കാണപ്പെട്ടതായി അവർ മനസ്സിലാക്കി. ഇതൊരു യാദൃശ്ചിക സംഭവമല്ല എന്നും ശാസ്ത്രലോകത്ത് അങ്ങനെയൊരു യാദൃശ്ചികത വളരെ വിരളമാണ് എന്നും അങ്ങനെയൊരു പ്രതിഭാസമുണ്ടെങ്കിൽ അതിനെപ്പോഴും തക്കതായൊരു കാരണമുണ്ടാവുമെന്നും ശാസ്ത്രബോധമുള്ള മനുഷ്യർ അപ്പോഴും ഇപ്പോഴും എപ്പോഴും വിശ്വസിക്കുന്നു. ഇറിഡിയം ലോകത്ത് വളരെ ചുരുക്കം മാത്രം കാണപ്പെടുന്ന അമൂല്യ ലോഹം. നമ്മുടെ ഭൂമിയിലേക്ക് വിളിക്കാതെ കടന്നുവരുന്ന ഉൽക്കകളിലും വാൽനക്ഷത്രങ്ങളിലും മാത്രം കൂടുതലായി കാണപ്പെടുന്ന ഒരു അതിഥി ലോഹം. ലോകത്തിന്റെ നാനാഭാഗത്ത് ഏതാണ്ട് ഒരേ സമയം സാധാരണ ഭൂമിയിൽ കാണുന്നതിനേക്കാൾ 100 ഇരട്ടി മടങ്ങിൽ കാലചക്രത്തിന്റെ ഒരു പ്രത്യേക ഇടവേളയിൽ ഈ ലോഹം മണ്ണിലടിഞ്ഞുകൂടി കിടക്കുന്നതായി അവർ കണ്ടു. ഈ ഭൂഗോളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വസ്തുവാണ് അവർക്ക് മുന്നിൽ കിടക്കുന്നത് എന്നവർ തിരിച്ചറിഞ്ഞു. 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 165 മില്യൺ വർഷങ്ങളോളം ഈ ലോകമടക്കി വാണിരുന്ന ദിനോസറുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചത്തു മണ്ണടിഞ്ഞതിന് കാരണമായ ഒരു പടുകൂറ്റൻ ഉൽക്കയുടെ ബാക്കിപത്രമായിരുന്നു അവരുടെ മുന്നിലെ ആ ഇറിഡിയം ശേഷിപ്പുകൾ. ഗൾഫ് ഓഫ് മെക്സിക്കോവിലെ യുക്കാറ്റൻ പെനിൻസുലയിൽ ചെന്ന് ഇടിച്ച ഉൽക്കയുടെ ആഘാതത്തിൽ അന്നവിടെ 180 കിലോമീറ്റർ വ്യാസത്തിലും 20 കിലോമീറ്റർ ആഴത്തിലുമുള്ള ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു. ആ ഗർത്തത്തിനെ ഇപ്പോൾ ചിക്സലബ് ഗർത്തം എന്നാണ് ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. കടലിന്റെ അടിത്തട്ടിലെ പാറക്കെട്ടിൽ ചെന്ന് ഇടിച്ച കാരണം അവിടെയുള്ള പൊടിയും ചാരവും നീരാവിയും കൂടി ഉയർന്നു പൊങ്ങി. അവ ഒരു കറുത്ത പുതപ്പായി ഭൂമിക്ക് മുകളിൽ ആകാശത്ത് സ്ഥാനം പിടിച്ചു. അതോടെ ഭൂമിയുണ്ടായ കാലം തൊട്ട് വരദാനമായി ലഭിച്ചിരുന്ന സൂര്യപ്രകാശം താഴെ ഭൂമിയിലേക്ക് പതിക്കാതെയായി പതിറ്റാണ്ടുകളോളം. 25 ട്രില്യൺ മെട്രിക് ടൺ പൊടിപടലങ്ങൾ ആകാശത്തങ്ങനെ കാലങ്ങളോളം കെട്ടിക്കിടന്നു. ഭൂമിക്കു ചുറ്റും ഒരു കട്ടിയുള്ള പാട പോലെ നിന്ന ഈ പ്രതിഭാസം പിന്നീടുള്ള കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങളാണ് നൽകിയത്. സൂര്യരശ്മികളുടെ അഭാവത്തിൽ ഭൂമി ഇരുട്ടിൽ വർഷങ്ങളോളം തണുത്തുറഞ്ഞു. തത്ഫലമായി അവശേഷിച്ചിരുന്ന ചെടികൾക്ക് വളരാനോ പ്രകാശ സംശ്ലേഷണം നടത്താനോ ഉള്ള സാഹചര്യമില്ലാതായി. അത് ഭൂമിയിൽ ബാക്കിയുണ്ടായിരുന്ന ചെറിയ ജീവികളുടെ ഭക്ഷ്യശൃംഖലയെ കാര്യമായി ബാധിച്ചു. ആമകളും മുതലകളും ഒഴികെയുള്ള ഭാരം കൂടിയ ജീവികളെല്ലാം തന്നെ ഭക്ഷണം കിട്ടാതെ വംശനാശം വന്ന് നശിച്ചു. സസ്തന്യവർഗത്തിൽപ്പെടുന്ന ചെറുജീവികളും അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന ചെറിയ മൃഗങ്ങളും ഒഴികെ എല്ലാം അപ്രത്യക്ഷമായി. ശാസ്ത്രജ്ഞരുടെ അനുമാനപ്രകാരം ഭൂമിയിലെ 75% ജീവജാലങ്ങളും ഈ അസാധാരണ സംഭവത്തോടുകൂടി പരിപൂർണമായ വംശനാശം നേരിട്ടു. പറക്കാൻ കഴിയാത്ത എല്ലാതരം ദിനോസറുകളും ചത്തൊടുങ്ങി. ചിലത് പൂർണ്ണമായി ജലാശയങ്ങളെ ആശ്രയിച്ച് ജീവിച്ച് പിൽക്കാലത്ത് പരിണമിച്ച് മുതലയുടെ വംശമായി. പറക്കാൻ സാധിക്കുമായിരുന്ന ദിനോസറുകളുടെ കാലഘട്ടത്തിലെ ഉരഗങ്ങളായ ടെറോസോറുകൾ പരിണമിച്ച് നമ്മൾ ഇന്ന് കാണുന്ന പക്ഷികളായി മാറി. ഈ പരിണാമങ്ങൾക്കെല്ലാം പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിരിക്കാം. എന്നാൽ ഇതിനെല്ലാം കാരണമായത് അപ്രതീക്ഷിതമായി ഭൂമിയിലേക്ക് പതിച്ച ആ ഉൽക്കയാണ് എന്നുള്ളത് വ്യക്തം. ഈ വംശനാശ പ്രക്രിയ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരുപോലെ സംഭവിച്ചു എന്നാണ് വിദഗ്ധരുടെ പൊതുവായ അഭിപ്രായം.
ആരായിരുന്നു ദിനോസറുകൾ? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അവിശ്വസനീയമായ ഉരകജീവികളായിരുന്നു അവർ. ട്രയാസിക് കാലഘട്ടത്തിന്റെ അന്ത്യം മുതൽ, അതായത് ഏകദേശം 230 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനം വരെ, ഏകദേശം 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ ഭൂമിയിൽ സ്വൈര്യമായി വിഹരിച്ചിരുന്നു ഈ വൈവിധ്യമാർന്ന ഉരകങ്ങൾ. ഒരു കൊച്ചു ബാഗിൽ കൊണ്ടുനടക്കാൻ പറ്റുമായിരുന്ന കുഞ്ഞൻ ദിനോസർ തൊട്ട് 4 നില കെട്ടിടത്തിന്റെ ഉയരമുള്ളവ വരെ നമ്മുടെ കൊച്ചു ഭൂമിയിലുണ്ടായിരുന്നു. അതിൽ സസ്യബുക്കുകളും ചെറിയ ചെറിയ ജീവികളെ ഭക്ഷിച്ചിരുന്ന മാംസബുക്കുകളും പരസ്പരം പോരാടി ആധിപത്യം സ്ഥാപിച്ചു കഴിയുന്ന ഭീകര ദിനോസറുകളും ഉണ്ടായിരുന്നു. അവർക്ക് മുകളിൽ ഭക്ഷ്യശൃംഖലയിൽ ഭീഷണിയായി ഒരു വംശമില്ലാത്തതിനാലും എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമായ ഒരു ജൈവ വൈവിധ്യം തഴച്ചു വളർന്നിരുന്ന ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നതിനാലും നമ്മൾ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലും വലുപ്പത്തിൽ ഈ ജീവികളിൽ പലതും വളർന്നു. സമൃദ്ധമായ വനങ്ങൾ മുതൽ വരണ്ട മരുഭൂമികൾ വരെയുള്ള ഭൂമിയിലെ വിവിധ ആവാസ വ്യവസ്ഥകളിൽ അവർ വിഹരിച്ചിരുന്നു. ദിനോസറുകൾ അഭിവൃദ്ധി പ്രാപിച്ച മെസസോയിക് യുഗം ചില ഭൂപ്രദേശങ്ങൾ ലയിപ്പിക്കുകയും മറ്റുള്ളവ വേർപെടുത്തുകയും ചെയ്ത ഭൂഖണ്ഡാന്തര കോൺഫിഗറേഷനുകളാൽ അടയാളപ്പെടുത്തി. ഒരു കാലത്ത് ഒരുമിച്ച് കിടന്ന പാൻജിയോ എന്ന് വിളിക്കുന്ന ഭൂമിയിലെ ഭൂഖണ്ഡങ്ങൾ പതിയെ തെന്നി നീങ്ങി നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്കയും അന്റാർട്ടിക്കയും ഏഷ്യയുമൊക്കെയായി മാറിയ പ്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിച്ചു ഈ ദിനോസറുകൾ. നീളമുള്ള കഴുത്തുള്ള സൊറോപോഡുകളും ഭയപ്പെടുത്തുന്ന ടെറോപോഡുകളും ഒരു കാലത്ത് ഭൂമിയിലെ ഭക്ഷണ ശൃംഖലയിൽ ആധിപത്യം സ്ഥാപിച്ചു. ടെറോസറുകൾ എന്നറിയപ്പെടുന്ന പറക്കുന്ന ഉരകങ്ങളും ഇക്ത്യോസറുകൾ, മൊസാസറുകൾ തുടങ്ങിയ സമുദ്രത്തിലും ശുദ്ധജലത്തിലും ജീവിച്ചിരുന്ന ഉരകങ്ങളും ദിനോസറുകളോടൊപ്പം നിലനിന്നു. ഈ കൗതുകകരമായ ആവാസ വ്യവസ്ഥയിൽ ദിനോസറുകൾ ടെറോസറുകൾ എന്ന ആകാശത്തിലൂടെ ഉയർന്നു പറക്കുന്ന ഭീമൻ ഉരകങ്ങൾക്കൊപ്പവും സമുദ്രങ്ങളിൽ നീന്തിയിരുന്ന പ്ലെസിയോസോറസ്, ഇക്ത്യോസോർ തുടങ്ങിയ ഭീമാകാരമായ കടൽജീവികൾക്കൊപ്പവും സൗര്യമായി ജീവിച്ചു പോന്നു. ഐക്കോണിക് ടൈറനോസോറസ് റെക്സ് മുതൽ ഉയർന്നു നിൽക്കുന്ന ബ്രാച്ചിയോസോറസ് വരെയുള്ള ഈ ശ്രദ്ധേയമായ ജീവികൾ മെസസോയിക് കാലഘട്ടത്തിലെ ജൈവ വൈവിധ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. മുട്ടയിടുന്ന പ്രത്യുൽപാദന തന്ത്രം ദിനോസറുകൾക്കിടയിൽ ഒരു സാധാരണ സ്വഭാവമായിരുന്നു. ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഫോസിൽ രേഖകൾ അവയുടെ കൂടുണ്ടാക്കുന്ന സ്വഭാവങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഒവിറാപ്റ്റോറോറസുകൾ പോലെയുള്ള ചില തെറോപോഡുകൾ അവയുടെ വിപുലമായ കൂടുകൾക്കും ബ്രീഡിംഗ് സ്വഭാവത്തിനും പേരുകേട്ടതാണ്. ഫോസിലൈസ് ചെയ്ത മുട്ടകളും കൂടുണ്ടാക്കുന്ന സ്ഥലങ്ങളും ലോകമെമ്പാടും കണ്ടെത്തിയിട്ടുള്ളതിനാൽ ഈ ദിനോസറുകൾ അവരുടെ സന്താനങ്ങളെ പരിപാലിക്കുന്ന വൈവിധ്യമാർന്ന വഴികളിലേക്ക് വെളിച്ചം വീശി. പൊതുവെ മുട്ടയിട്ട് പ്രത്യുൽപാദിച്ചിരുന്ന ദിനോസറുകൾ അവയുടെ മുട്ടകളുടെ വലിപ്പം, ആകൃതി, ക്രമീകരണം എന്നീ കാര്യങ്ങളിൽ കാര്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രോട്ടോസെറാറ്റോപ്പുകൾ പോലെയുള്ള ചില ദിനോസറുകൾ താരതമ്യേന ചെറിയ മുട്ടകളും ഭീമാകാരമായ സോറോപോഡുകൾ പോലെയുള്ള മറ്റുള്ളവ ഗണ്യമായ വലിപ്പമുള്ള മുട്ടകളും ഉത്പാദിപ്പിച്ചു. ഫോസിലൈസ് ചെയ്ത ഭ്രൂണങ്ങളുടെ കണ്ടെത്തൽ ഈ പുരാതന ജീവികളുടെ ഭ്രൂണഘട്ടത്തിൽ നിന്നുള്ള അവയുടെ വളർച്ചയെയും ജീവിതചക്രങ്ങളെയും കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകിക്കൊണ്ട് അവയുടെ വികാസത്തെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞരെ അനുവദിച്ചു. ദിനോസറുകൾക്ക് അവരുടേതായ ഭാഷയുമുണ്ടായിരുന്നു. വാക്കുകളല്ല, മറിച്ച് അവർ ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്നത് ഗർജനം, ശീത്കാരം എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ കൊണ്ടായിരുന്നു. ചിലർ കൂട്ടമായി യാത്ര ചെയ്ത് ജീവിച്ചു, എങ്കിൽ മറ്റുള്ളവർ വിശാലമായ ഭൂപ്രകൃതികൾ പര്യവേക്ഷണം ചെയ്യുന്ന ഏകാന്തതയിലായിരുന്നു. ദിനോസറുകൾക്ക് എന്താണ് സംഭവിച്ചത്? ശാസ്ത്രജ്ഞരുടെ അനുമാനപ്രകാരം ഇന്നേക്ക് 6,60,38,000 കൊല്ലങ്ങൾക്ക് മുൻപുള്ള ഒരു ദിവസം പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്ന് ഉരുത്തിരിഞ്ഞുവന്ന ഒരു വലിയ ചിഹ്നഗ്രഹം അഥവാ ഒരു ധൂമകേതു ഭൂമിയിലേക്ക് ശക്തിയായി വന്നു പതിച്ചു. ഏകദേശം 10 കിലോമീറ്റർ വ്യാസമുള്ള, അതായത് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് കൊടുമുടിയേക്കാൾ നീളവും വലിപ്പവുമുള്ള ഒരു വലിയ ഉൽക്കയായിരുന്നു ആ വിളിക്കാത്ത അതിഥി.
കോടിക്കണക്കിന് വർഷം പ്രത്യേകിച്ചൊരു മാറ്റങ്ങളുമില്ലാതെ ആർമാദിച്ചു ജീവിച്ച ദിനോസറുകൾക്കും നമ്മുടെ ഭൂമിക്കും അന്നൊരു കറുത്ത ദിനമായി മാറി. ശബ്ദത്തിനേക്കാൾ 10 മടങ്ങ് വേഗതയിൽ ഭൂമിയിലേക്ക് വന്നു പതിച്ച ആ ഭീമാകാരനായ പാറക്കെട്ടിന്റെ ആഘാതം ഭൂമിയിൽ അവിശ്വസനീയമായ അളവിൽ ഊർജം പുറത്തുവിടാൻ പ്രാപ്തമായി. കോടിക്കണക്കിന് അറ്റോമിക് ബോംബുകൾ ഒരു നിമിഷം കൊണ്ട് ഒരുമിച്ച് പൊട്ടും പോലെയായിരുന്നു അത്. മനുഷ്യരുടെ ഭാവനാശക്തിക്കും മേലെയാണ് പിന്നെ നടന്ന സംഭവ വികാസങ്ങൾ എന്നിപ്പോൾ തന്നെ പറയട്ടെ. ഇന്നത്തെ തെക്കേ അമേരിക്കയിലെ മെക്സിക്കോവിൽ സ്ഥിതി ചെയ്യുന്ന യുക്കാറ്റൻ പെനിസുലയിലാണ് ആ കൂറ്റൻ ചിഹ്നഗ്രഹം ബഹിരാകാശത്ത് വന്നു നിന്ന് പതിച്ചു വീണത്. അന്ന് ഗൾഫ് ഓഫ് മെക്സിക്കോവിൽ 1000 സൂര്യന്മാരുടെ പ്രകാശത്തിൽ വെളിച്ചം അലയടിച്ചു. ആ ഉൽക്ക വന്നു വീണ നിമിഷങ്ങൾക്കകം ഏകദേശം 1500 കിലോമീറ്റർ ചുറ്റളവ് പരിധിയിലുള്ള എല്ലാം ആ ഇടിയുടെ ആഘാതത്തിൽ കത്തിച്ചാമ്പലായി. അതിന്റെ ഫലമായി ഗൾഫ് മെക്സിക്കോവിലെ കടലിൽ കിലോമീറ്ററുകൾ നീളമുള്ള ഭീമൻ സുനാമികളും അതുവരെ കാണാത്ത ഭൂകമ്പങ്ങളുമുണ്ടായി. ആ കൂറ്റൻ തിരമാലകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളിൽ വരെ ചെന്ന് ആഞ്ഞടിച്ചു. മുന്നിൽ കാണുന്നതിനെ എല്ലാം വിഴുങ്ങിയ ആ തിരമാലകളെ അടക്കാൻ ഭൂമിക്കു മാസങ്ങൾ അന്നേവരെ അനുഭവിക്കാത്ത തോതിൽ ഭൂമികുലുക്കങ്ങൾ അനുഭവപ്പെട്ടു. ചുറ്റിലും പടുകൂറ്റൻ മരങ്ങളും പർവ്വതനിരകളും നിലംപൊത്തി. ആ ഉൽക്കയുടെ ആഘാതത്തിൽ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയർന്നു. ഭൂമിയിലെമ്പാടും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ വലിയ കാട്ടുതീകൾ പടർന്നു പിടിച്ചു. ആ തീ ഭൂമിയെ മുഴുവൻ പിടിച്ചു വിഴുങ്ങി. മരങ്ങളും ചെടികളും കത്തിയമർന്നു. ഓടിയൊളിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട എല്ലാ ജീവികളും ഭൂമിയെ മുഴുവൻ വിഴുങ്ങിയ ആ കാട്ടുതീയിൽ വെന്തുമരിച്ചു. ശബ്ദത്തിനേക്കാൾ 60 മടങ്ങ് വേഗതയിൽ താഴേക്കു വന്നു പതിച്ച ആ ഉൽക്കയുടെ ആഘാതത്തിൽ ചുട്ടുപഴുത്ത പാറക്കൂട്ടങ്ങളും ഉൽക്കയിലെ ലോഹക്കൂട്ടങ്ങളും തിരിച്ച് ഉയർന്നു പൊങ്ങി ദൂരെ ചൊവ്വയിലും ചന്ദ്രനിലും വരെ ചെന്നു പതിച്ചു. ബാക്കിയുള്ളവ മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞ് തിരിച്ചെത്തി. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുംതോറും അന്തരീക്ഷ ഘർഷണത്തിൽ പെട്ട് ചുട്ടുപഴുത്ത തീഗോളമായി മാറിയ ആ ലോഹക്കൂട്ടങ്ങൾ ഭൂമിയിൽ തീമഴ പെയ്യിച്ചു. എല്ലായിടത്തും ദിവസങ്ങളോളം നിർത്താതെയുള്ള തീമഴ. കടലുകൾ തിളച്ചുമറിഞ്ഞു. ചുറ്റിലും ഭൂമി വിണ്ടുകീറി. അന്നത്തെ രാജാക്കന്മാരായ ദിനോസറുകൾക്ക് പെട്ടെന്നുള്ള ഈ മാറ്റങ്ങൾ താങ്ങാൻ കഴിയുമായിരുന്നില്ല. മിക്കവയും തൽക്ഷണം വെന്തു മരിച്ചു. പറക്കാൻ കഴിവുള്ളവ പിന്നീട് വന്ന തീമഴയ്ക്ക് മുന്നിൽ പിടഞ്ഞു വീഴുകയും കടലിൽ കഴിഞ്ഞിരുന്നവ കടൽവെള്ളം തിളച്ച് ആവിയായി പോവുകയും ചെയ്തു. ഈ ആഘാതത്തിന്റെ പെട്ടെന്നുള്ള ഫലമറിഞ്ഞത് താരതമ്യേന അടുത്തു കിടക്കുന്ന സ്ഥലങ്ങളിലെ ജീവികൾക്കും സസ്യങ്ങൾക്കുമാണെങ്കിലും ഭൂമിയുടെ എല്ലാ വശങ്ങളിലും ക്രമേണ കാട്ടുതീ പടർന്നു പിടിച്ചു. അത് മാസങ്ങളോളം അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തു. എന്നാൽ ഇവിടം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നു കരുതിയിടത്താണ് എല്ലാവർക്കും തെറ്റിയത്. ശരിക്കുമുള്ള നാശം ഇനി വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. പിന്നീടെപ്പോഴോ ആകാശം തെളിഞ്ഞു. അന്തരീക്ഷ താപനില ഉയർന്നു. ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ വീണ്ടും രൂപം കൊണ്ടു. അതിലൂടെ ചെറുജീവികളും അവയെ ഭക്ഷിക്കുന്ന സസ്തനികളും രൂപപ്പെട്ടു. പിന്നെയും കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞു നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലും രൂപത്തിലുമാവാൻ നമ്മുടെ ഈ കൊച്ചു ഭൂമിക്ക്. ഭൂഖണ്ഡങ്ങൾ സംസ്കാരങ്ങൾക്കും രാജ്യങ്ങൾക്കും വഴി തുറന്നു. മനുഷ്യന്റെ ഭാവനയ്ക്ക് ശക്തി വച്ചു തുടങ്ങി. പുരാതന ചൈനക്കാർ അവർ കണ്ടെത്തിയ ദിനോസർ എല്ലുകൾ അവരുടെ മിത്തുകളിൽ ഈ ഡ്രാഗണിൻ്റേതാണ് എന്നനുമാനിച്ചു. ആ എല്ലുകൾക്ക് അത്ഭുത ശക്തികളുണ്ട് എന്നവർ വിശ്വസിച്ചു. അതിനെ ആരാധിച്ചു. പൗരാണിക യൂറോപ്പിലും മധ്യ ഏഷ്യയിലും കണ്ടെത്തിയ വലിയ ദിനോസർ എല്ലുകൾ അവരുടെയെല്ലാം ഭാവനയ്ക്കനുസൃതമായി അവർ ബൈബിൾ കഥകളിനോടൊപ്പവും നാടോടി കഥകൾക്കൊപ്പവും ചേർത്തുവച്ചു. കാലം പിന്നെയും ഒരുപാട് മുന്നോട്ടുപോയി. 1700കളുടെ മധ്യത്തിൽ ഇംഗ്ലണ്ടിലെ ഒരു ക്വാറിയിൽ നിന്നും കണ്ടെത്തിയ ദിനോസർ അവശിഷ്ടങ്ങൾ ഇവ ഏതോ ഭീമാകാരനായ പല്ലിയുടേതാവാം എന്ന അനുമാനത്തിൽ പിച്ചവെച്ചുവരുന്ന യൂറോപ്യൻ ശാസ്ത്രലോകത്തെ എത്തിച്ചു. അവിടെ നിന്നങ്ങോട്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യർ ദിനോസറുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തി തുടങ്ങി. ഈ അമൂല്യ സ്വത്തിനു വേണ്ടി മനുഷ്യർ പല സ്ഥലത്തും പോരാടി.
സ്വകാര്യ സ്വത്തായി സൂക്ഷിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. എന്നാലും ഇത്രയ്ക്കും വലിയ ഈ ജീവികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി പറയാൻ ശാസ്ത്രലോകത്തിന് ഈ അടുത്ത കാലം വരെ സാധിച്ചിരുന്നില്ല. അതിനുത്തരമായിരുന്നു ജൂലിയൻ ആൽവാരസിന്റെയും കൂട്ടരുടെയും കണ്ടെത്തലുകൾ. ജൂലിയൻ ആൽവാരസും അദ്ദേഹത്തിന്റെ മകനും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലെ മൺതിട്ടകളിൽ കണ്ടെത്തിയ ഇറീഡിയം നിക്ഷേപങ്ങൾ ഒരു ഉൽക്ക സിദ്ധാന്തത്തെ സാധൂകരിച്ചു. ദിനോസറുകൾ അപ്രത്യക്ഷമായ കാലഘട്ടവും പെട്ടെന്നുണ്ടായ ഭൂമിയിലെ ഇറിഡിയം നിക്ഷേപം ഉണ്ടായ കാലഘട്ടവും ഒന്നാണ് എന്നുള്ളത് ഈ വാദത്തിന്റെ ശക്തി കൂട്ടി. അവ വന്നു പതിച്ചത് തെക്കേ അമേരിക്കയിലെ ചിക്സലുക് ഗർത്തത്തിലാണ് എന്നുള്ളത് വിശദ പരിശോധനകളിലൂടെ പിന്നീട് ശാസ്ത്രലോകം അംഗീകരിച്ചു. ഇന്ത്യൻ പീഠഭൂമിയിലെ ഡെക്കാനിലുണ്ടായ ഒരു വലിയ അഗ്നിപർവ്വത വിസ്ഫോടനവും ദിനോസറുകളുടെ പതനത്തിന് ആക്കം കൂട്ടി എന്നുള്ള ഒരു വാദവും ഇതിനോടൊപ്പം തന്നെ ശാസ്ത്രലോകത്ത് നിലനിൽക്കുന്നു. ദിനോസറുകളുടെ പരിപൂർണമായ ഒരു പതനത്തിലേക്ക് പിന്നെയും ഒരു 33,000 കൊല്ലങ്ങൾ എടുത്തു എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. അന്നത്തെ ആഘാതത്തിന്റെ അനന്തരഫലങ്ങൾ പതിയെ ഭൂമിയിലെ ആണവ ശീതകാല പ്രഭാവത്തിലേക്ക് നയിച്ചു. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന അവശിഷ്ടങ്ങളും പൊടിയും സൂര്യപ്രകാശത്തെ തടഞ്ഞു. സസ്യഭുക്കായ ദിനോസറുകൾ ഭക്ഷണത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്നതിനാൽ സസ്യങ്ങളുടെ തകർച്ച ഭക്ഷ്യശൃംഖലയിൽ ഒരു കാസ്കേഡിംഗ് പ്രഭാവം ചെലുത്തി. അങ്ങനെ മെല്ലെ, മനുഷ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ഭീമാകാരന്മാരായ പല്ലികൾ ചരിത്രത്തിന്റെ ഇരുട്ടറയിലേക്ക് വന്നു വീണു. ആ ഉൽക്ക വന്നു പതിച്ചത് ഒരു വേള വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്തായിരുന്നുവെങ്കിൽ ഈ ഭൂമിയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ മറ്റൊരു വസ്തുത. എന്തുതന്നെയായാലും മെക്സിക്കോവിലെ ചിക്സലുക് ഗർത്തത്തിൽ 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ ഉൽക്ക പതിച്ചു എന്നും അത് ഭൂമിയെ തന്നെ മാറ്റിമറിച്ചു എന്നും അതിലൂടെ അന്നുവരെ ഭൂമിയിലുണ്ടായിരുന്ന ദിനോസറുകളടക്കമുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ആ ആഘാതം ദുരിതത്തിലാക്കി എന്നതും തിരസ്കരിക്കാൻ കഴിയാത്ത ഒരു പ്രപഞ്ച സത്യമാണ്.